വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ നിങ്ങൾക്ക് എൻ്റെ കണ്ണാടി കൂടെ കാണാമായിരിക്കും. റിംഗ് ലൈറ്റ് മേടിച്ചു, പിന്നെ നല്ല മൈക്ക് മേടിച്ചു. ആ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് കുത്താവുന്ന മൈക്കല്ലേന്ന്. പക്ഷെ കുത്തിയിട്ട് ഞാൻ നോക്കിയിട്ട് വോയിസ് അങ്ങോട്ടൊരു ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. എൻ്റെ മുടിയൊക്കെ കണ്ടോടാ നിങ്ങൾ, എന്നാ വൃത്തികേടായിട്ടാണ് കിടക്കുന്നില്ല. ഞാൻ ഒന്ന് ഷാമ്പു ഇട്ട് കഴുകിയതാ, അപ്പം ഇപ്പം ഇങ്ങനെ കിടക്കത്തുള്ളൂ. ഇനി ഒന്ന് സെറ്റായി വരണം. എനിക്കത് ഷാമ്പൂവിനെ എനിക്കിപ്പോൾ പേടിയാ. ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, തല കുളമാവും. അപ്പം ഷാമ്പൂവിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട്. പിന്നെ ഷാമ്പൂവിൻ്റെ റിവ്യൂ ഇടാൻ പറയല്ലേ, അത് കൊള്ളത്തില്ല. പിന്നെന്നാ, വലിയ കണ്ടന്റ് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് ചെയ്യണമെന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല. ഇപ്പം എടുക്കുന്ന പോലും ഞാൻ ഒരു വിധത്തിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ എന്നാ പറയണ്ടേ അതിന്? എന്നുവെച്ചാൽ താല്പര്യം ഇല്ലെന്നല്ല, അവർക്കൊക്കെ താല്പര്യം കുറവൊന്നുമില്ല. പക്ഷെ എന്നാ, ഒരു പരിധി കൂടുതൽ വീട്ടുകാരെ എക്സ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിപാടിക്കൊന്നും അവരാരും നിന്ന് തരത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. മോയെ എന്താ, വേണമെങ്കിൽ ഇനി അമ്മച്ചിയുടെ വക ഒരു പാട്ട് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അല്ലാതെ വേറൊന്നും കണ്ടന്റായിട്ട് എനിക്കൊന്നും ഇടാനില്ല. അമ്മച്ചിയുടെ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയുടെ വക പാട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ അമ്മച്ചീനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനോ അല്ലെ അങ്ങനെ എന്തെങ്കിലും അമ്മച്ചിയുടെ ബേസ് ചെയ്ത് കണ്ടന്റ് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കൂടെ തുള്ളിക്കോളാന്ന്. അപ്പോൾ അമ്മച്ചിയെ കൊണ്ട് കണ്ടന്റ് ആക്കാനായിട്ട് എനിക്ക് പറ്റും. വേറെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും എല്ലാം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ അതെ എന്നെ അതെ വീട്ടിൽ നിന്ന് വിടുകയില്ല. 18 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് വിടണമെങ്കിൽ വീട്ടുകാരുടെ പെർമിഷൻ വേണം. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫ്രണ്ട്സിനെ വീട്ടിൽ നിന്ന് വിടത്തില്ല, എന്നെയും വിടത്തില്ല. അപ്പം എല്ലാവരും കൂടെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ടാസ്ക്കാണ്. അപ്പം അത് നടക്കത്തില്ല. പിന്നെ ഓപ്ഷൻ ഉള്ളത് വൺ മാൻ ഷോ കളിക്കാനായിട്ടാണ്. അതും പറ്റുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. വീട്ടിലെ ചില തകരാറുകൾ അല്ലെങ്കിൽ പോരായ്മകളുണ്ട്. എന്ന് വെച്ചാൽ അത് വീട്ടുകാരുടെ പ്രശ്നമല്ല, നമ്മുടെ ഇവിടെ എൻവിയോൺമെന്റ് അത്ര അടിപൊളിയല്ല, അതുകൊണ്ട് പറ്റത്തില്ല. ഞാൻ ചെന്ന് ചോദിക്കട്ടെ, അമ്മച്ചി പാട്ട് പാടുമെങ്കിൽ അമ്മച്ചിയെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിക്കാം. ഒത്തിരി ചോദിച്ചപ്പോൾ അമ്മച്ചി പാടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്മച്ചിയുടെ പാട്ട് കേൾക്കാം. ഒരു മയിൽ പീലിയായി വിരിഞ്ഞെങ്കിൽ നെറുകയിൽ ചുംബിച്ചങ്ങിരുന്നേനെ, മണിമുളം തണ്ടായി മുളച്ചെങ്കിൽ ചോരിവനുകന്നങ്ങ് ഉറങ്ങിടും ഞാൻ. ഒരു മയിൽ പീലിയായി വിരിഞ്ഞെങ്കിൽ നെറുകയിൽ ചുംബിച്ചങ്ങിരുന്നേനെ, മണിമുളം തണ്ടായി മുളച്ചെങ്കിൽ ചൊരിവനുകർന്നങ്ങ് ഉറങ്ങിടും ഞാൻ. വനമാല മയങ്ങുമാ വിരിമാറിലെന്നുമേ കനവു കണ്ടുറങ്ങിടും കണി കണ്ടിടും. ദേവകി സുതനായി അമ്പാടി പൈതലായി അമ്മമാർക്കാനന്ദമായി മുരളികയായി. ചരിതസ്യ ഭാവത്തെ തിലകമ ചാർത്തി കണ്ണൻ ഗോപിക വസന്തത്തിൽ നിറമാലയായി. കാളന്തി തന്നിലാടി കണികളിൽ നൃത്തമാടി ഗോവിന്ദനായി കണ്ണൻ അരസനായി. ഇടിവളായി കംസന്മാർക്ക് പരമ്പരുള ഞാനിക്ക് അരികളരിവളായി തിളങ്ങി നിന്നോ. യദുകുലദീപമേ കരിമുകിൽ വെണ്ണിലവായി തെളിയിട്ട ശക്തനാം തമ്പുരനായി. യദുകുലദീപമേ കരിമുകിൽ വെണ്ണിലവായി
തെളിയട്ടെ ശക്തനാം തമ്പുരാനായി. ഒരു മയിൽ പീലിയായി വിരിഞ്ഞെങ്കിൽ നെറുകയിൽ ചുംബിച്ചങ്ങിരുന്നേനെ. മണിമുളം തണ്ടായി മുളച്ചെങ്കിൽ ചൊരിവ നുകർന്നങ്ങ് ഉറങ്ങിടും ഞാൻ. അപ്പൊ നമ്മൾ അമ്മച്ചിയുടെ പാട്ട് കേട്ടു. ഇനിയിപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ? അഭിപ്രായം എൻ്റെ കുഞ്ഞിനെ പറ്റി അഭിപ്രായം എനിക്ക് നല്ലതല്ലാതെ ഒരിക്കലും ചീത്ത പറയില്ലല്ലോ. എൻ്റെ കുഞ്ഞ് ഏറ്റവും താങ്ക്സ്. ചക്കര ഉമ്മ. കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞ് എല്ലാം എൻ്റെ എല്ലാം ഉണ്ട്. ഞാൻ ഇവരോട് പറയുമായിരുന്നു, ഈ പറഞ്ഞ നമുക്ക് വീട്ടിലധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം എൻവയോൺമെന്റ് അത്ര ശരിയല്ലെന്ന്. അപ്പൊ അതെന്നാ അമ്മച്ചിയുടെ അഭിപ്രായം എന്നാ? മൈക്ക് വീട്ടിലെ അധികം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പം ചില കാര്യങ്ങളുണ്ടല്ലോ, വീട്ടിലധികം വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ, അതിനെപ്പറ്റി അമ്മച്ചിയുടെ അഭിപ്രായം എന്നാ? കൊച്ചിനെ എന്നാ പഠിക്കുന്നതല്ല, അമ്മച്ചിക്ക് ചെവിക്ക് ശകലം കേൾവിക്കുറവുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. വീട്ടില് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതിനെപ്പറ്റി അമ്മച്ചിയുടെ അഭിപ്രായം എന്നാ? വീഡിയോ എടുക്കാൻ മൈക്കെടുത്ത് വെച്ചിട്ടുണ്ടോ? വീഡിയോ എടുക്കുന്നതിന് എടുക്കട്ടെ, അതിനൊരു അഭിപ്രായ കുറവില്ലേ. ആ കൊച്ചിന് ഇഷ്ടമുള്ളത് അതുപോലെ ഇഷ്ടമുള്ളത് നല്ലതല്ലേ. അതെല്ലാം കാണാനാണ് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മച്ചി ഇത്രയും പ്രായം ചെന്നല്ലേ, കൊച്ചെന്നെ ചെയ്താലും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ല. ഇത് നല്ലതല്ലേ, ഇത് കേൾക്കുന്ന കൊച്ചിന്റെ ആക്ഷനൊക്കെ കാണാൻ എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയോ. കൊച്ചിലൊക്കെ ആരുമ്പോ ഡാൻസ് ചെയ്യും. ഇപ്പം ഡാൻസ് ചെയ്യാൻ പറഞ്ഞാ ഡാൻസ് ഒന്നും ചെയ്യില്ല. ഇപ്പൊ അവർക്ക് വേറെ നാണ ഡാൻസ് ചെയ്യാൻ അച്ഛനെ എന്നാ പറഞ്ഞാലും ഡാൻസ് ചെയ്യുമായിരുന്നെ. അപ്പൊ മേലോട്ട് വരുന്തോറും ഓരോ സ്റ്റേജ് മാറി വരികയല്ലേ. അപ്പൊ അതിനോടെല്ലാം അമ്മച്ചിക്ക് യോജിപ്പ, ഒരു കുഴപ്പമില്ല. ഇതെല്ലാം നല്ല കാര്യല്ലേ. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നോ എനിക്കറിയത്തില്ല, ഇതെന്നാന്നോ എന്നാ എടുക്കുന്നോ അതിനെ പറ്റി ഒന്നും വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ. അതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അമ്മച്ചിയുടെ അഭിപ്രായം കിട്ടി. നമുക്കിനി അടുത്ത ആരെങ്കിലും വരുവാണെങ്കിൽ അവരോടൊക്കെ നമുക്ക് ഇത് തന്നെ ചോദിക്കാം. വേറെ പണിയൊന്നുമില്ല. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളൂ. നിങ്ങള് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇനിയും വീട്ടുകാരുമായിട്ടാണെങ്കിലും കൂട്ടുകാരുമായിട്ടാണെങ്കിലും ഇനിയും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാം ഞാൻ എൻ്റെ കൃഷ്ണന് ദൈവത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നല്ലതായി വരാൻ ദൈവത്തിൽ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ടാറ്റ പറ.